നമസ്കാരം. നമുക്കറിയാം, ഗൾഫിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വേണ്ടത് താമസിക്കാൻ ഒരിടമാണ്. പ്രവാസികളിൽ നല്ലൊരു ശതമാനം പേരും വീട് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും വില്ലനാകുന്നത് വീട്ടുവാടകയാണ്. യുഎഇയിലെ വാടക നിരക്ക് വർധന കാണിക്കുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ വർധനവിന്റെ വേഗത ഇപ്പോൾ കുറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജനസംഖ്യ വർദ്ധിച്ചപ്പോഴും കോവിഡ് മഹാമാരിക്ക് ശേഷവും നിരവധി പേർ രാജ്യം വിട്ട സമയത്തുമാണ് വലിയ രീതിയിൽ വാടക യുഎഇയിൽ ഉയർന്നത്. എന്നാൽ ഇപ്പോൾ മൊത്തത്തിൽ വാടകയുടെ വർധന കുറഞ്ഞു വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ കെട്ടിടങ്ങൾ വന്നതാണ് വാടക കുറയാൻ കാരണമെന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. ദുബായിൽ വാടക കുറയാൻ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പുതിയ സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് ആണ്. ഇത് വാടക കുറയ്ക്കാൻ ഉടമകളെ പ്രേരിപ്പിക്കുന്നു എന്നാണ് സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാമതായി പറയുന്നത് കൂടുതൽ കെട്ടിടങ്ങൾ വരുന്നതോടെ വാടകയ്ക്ക് കൂടുതൽ സ്ഥലങ്ങൾ ലഭ്യമാകും എന്നതാണ്. വാടക വിപണിയിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കണക്കുകൾ പ്രകാരം വാടകയിൽ 8% കുറവുണ്ടായിട്ടുണ്ട്. അപ്പാർട്ട്മെന്റുകളുടെ വാടകയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 9%. ഇത് വിപണിയിൽ ഒരു മാറ്റം വരുത്തുമെന്നും വാടകക്കാർക്കും ഉടമകൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നുമാണ് സൂചനകൾ. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും വാടക കുറഞ്ഞെന്ന് പറയാനാകില്ല. പാം ജുമൈറ, ഡൗൺ ടൗൺ ദുബായ്, ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ വാടക കൂടുകയാണ് ചെയ്യുന്നത്. ആഡംബര വീടുകൾക്ക് ആവശ്യക്കാർ ഈ സ്ഥലങ്ങളിൽ കൂടുതലാണ്. എന്നാൽ ജുമൈറ വില്ലേജ് സർക്കിൾ, ദുബായ് സ്പോർട്സ് സിറ്റി, ഡിസ്കവറി ഗാർഡൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാടക കുറഞ്ഞു വരുന്നുണ്ട്. പുതിയതായി വീടുകൾ കൂടുതലായി വരുന്ന ദുബായ് ക്രീക്ക് ഹാർബർ, മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റി, ദുബായ് ലാൻഡ് എന്നിവിടങ്ങളിൽ വാടക കുറയാൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നതിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പ്രദേശം മുഴുവൻ. ഇവിടെ മത്സരം കൂടുമ്പോൾ വാടക കുറയും. വാടക കുറയ്ക്കാത്തവർക്ക് വാടകക്കാർ ഇല്ലാത്ത സ്ഥിതി വരും. പുതിയ കെട്ടിടങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ വാടകയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയേറെയാണ്. ദുബായിയുടെ സാമ്പത്തിക സ്ഥിരതയും ജനസംഖ്യാ വളർച്ചയും ഇതിലൊരു പ്രധാന ഘടകമായിരിക്കും. യുഎഇയിൽ വാടകയുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസി നിയമങ്ങൾ നിലവിലുണ്ട്. വാടക വർദ്ധിപ്പിക്കുന്നതിന് ഇവരുടെ നിബന്ധനകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. വാടക കരാറുകൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ഇരു കക്ഷികളും അവയുടെ നിബന്ധനകൾ പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദുബായിൽ വാടകയ്ക്ക് വീടോ ഫ്ളാറ്റോ എടുക്കുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ നിലവിലെ വാടക നിരക്കുകൾ താരതമ്യം നടത്തുന്നത് നല്ലതായിരിക്കും. വാടക കരാർ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം. യുഎഇയിലെ വാടക വിപണി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയം തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന വാടക നിരക്കുകൾ പരിഗണിച്ച് താമസ ബഡ്ജറ്റ് ആസൂത്രണം ചെയ്യുകയാണ് വേണ്ടത്. വാടക കുറയുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി പലരും അങ്ങോട്ടേക്ക് താമസം മാറാറുണ്ട്. വാടക കുറയുന്നു എന്ന വാർത്ത കൂടുതൽ ആശ്വാസം നൽകുന്നത് പ്രവാസികൾക്ക് തന്നെയായിരിക്കും. വാടക വിപണിയിലെ മാറ്റങ്ങൾ പ്രവാസികളുടെ ജീവിത ചെലവിലെ കാര്യമായ സ്വാധീനം ചെലുത്താറുണ്ട്. പുതിയ നിയമങ്ങളെയും പ്രവണതകളെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.